ആമിക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് ഡ്രസ്സ് ഏറ്റവും കൂടുതൽ കിട്ടിയത് ആർക്കാ കിട്ടിയത്? ആമിക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് ആർക്കാ ഏറ്റവും കൂടുതൽ കിട്ടിയത്? ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആമീൻ്റെ പിറന്നാളിൻ്റെ വ്ളോഗാണ്, ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് അച്ഛനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ വക ആമിക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ചെറിയൊരു പാർട്ടി വയ്ക്കുന്നുണ്ട്. ശരിക്കും പിറന്നാൾ വരുന്നത് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഈ പിറന്നാളോട്ട് രാവിലെ എഴുന്നേറ്റ് പടമൊക്കെ ഒരുക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ അച്ഛൻ്റെ വക സ്റ്റുഡിയോയിൽ നിന്ന് ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങി 10:30 ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ സ്റ്റുഡിയോ 11 മണിക്കല്ല ഓപ്പൺ ചെയ്യുക. അതായത് ഞങ്ങൾ ഇതിൻ്റെ ഉടുപ്പിയിൽ കയറിയിട്ട് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ഫുഡ് അടിച്ചു. അങ്ങനെ ഫുഡൊക്കെ അടിച്ചപ്പോഴത്തേക്കാണ് ഒരാൾക്ക് കാത് കുത്തണമെന്ന് പറഞ്ഞ ആഗ്രഹം വന്നത്. എന്നാൽ പിന്നെ തൊട്ടടുത്തൊരു ജ്വല്ലറി ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഞങ്ങൾ വേഗം വിട്ടു കേട്ടോ. ഒരു വിധി കേൾക്കാം. മുമ്പുള്ള ആവേശം അത് കഴിഞ്ഞപ്പില്ലായിരുന്നു. കാരണം വേദന എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ സ്റ്റുഡിയോയിലേക്ക് വന്നു. അപ്പോൾ ആമിക്ക് ഡ്രസ്സ് എടുക്കാനാണ് വന്നത്. പക്ഷേ കുട്ടികളുടെ സെക്ഷനിൽ എനിക്ക് അത്ര ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഒന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. വളരെ കുറവായിരുന്നു. അങ്ങനെയായിട്ട് ചില ഉടുപ്പുകളൊക്കെ ഉള്ളൂ. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടം. അതിൽ നിന്ന് പിന്നെ കുറേ നേരം തപ്പി ഒരെണ്ണം എടുത്തു. പക്ഷേ ആമിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ സ്റ്റുഡിയോയിലെ തുണിയൊക്കെ കൊള്ളാലോ എന്ന് കരുതി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒരെണ്ണെടുത്തു. ഇനി വേറൊരു കടയിൽ പോയിട്ട് തപ്പാനുള്ള ആരോഗ്യമില്ല. പക്ഷേ കോൾ അടിച്ചത് ആമിക്കല്ല, ആമീൻ്റെ പപ്പയ്ക്കാണ്. കാരണം ആവിക്കെടുക്കാൻ വന്നിട്ട് മൂപ്പരാണ് ഒരു 3 ഷർട്ടൊക്കെ അടിച്ചു മാറ്റി എടുത്തു. അപ്പം പിന്നെ അതിൻ്റെ സങ്കടം ആവിക്കട്ടെ. അങ്ങനെ 2-3 ട്രയൽ ചെയ്തൊക്കെ നോക്കി അങ്ങനെ 3 സെലക്ട് ചെയ്തു. ആവിക്ക് അതിന് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് ഡ്രസ്സ് ഏറ്റവും കൂടുതൽ കിട്ടിയത് ആർക്കാ കിട്ടിയത്? അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ വൈകുന്നേരമായിരുന്നു പാർട്ടി. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഡെക്കറേഷനൊക്കെ ചെയ്തു. കാരണം കുട്ടികളൊക്കെ വരുന്നതല്ലേ. അപ്പോൾ വൈകുന്നേരം 6 മണിക്കാകുമ്പോഴത്തേക്ക് കുട്ടികളൊക്കെ എത്തി അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു കേട്ടോ അവർ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സെക്ഷൻ കുട്ടികളാണ്, ഇനി വരാനിരിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും കൂടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം അപ്പോഴത്തേക്ക് ബഹളം കൂടി ഞാൻ തന്നെ ഭ്രാന്ത് പിടിച്ചു. അത്രയ്ക്ക് ചാട്ടവും ബഹളവും കളിയും ഒക്കെ ആയിരുന്നു. നല്ലപോലെ കുട്ടികളും എൻജോയ് ചെയ്തു, ആമയും എൻജോയ് ചെയ്തു, ഞങ്ങളും എൻജോയ് ചെയ്തു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിച്ചതിന് ശേഷം അവരുടെ വക ഇഷ്ടം പോലെ ഗിഫ്റ്റ്സും കിട്ടി. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളൊരു 7:30 ആയപ്പോഴത്തേക്ക് കുട്ടികളപ്പോഴത്തേക്ക് കുറച്ച് കുട്ടികൾ ബാക്കിയെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്തോളൂ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് പിന്നെ ഉള്ള കുട്ടികളെ വെച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ആമിക്കാണെങ്കിൽ ആമീൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ഗിഫ്റ്റ്സ് കിട്ടി കേട്ടോ. ആമി ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് സാറ്റർഡേ ആണ്, സൺഡേ ആണ് ആമീൻ്റെ നാളെ. അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ അടുത്തൊരു ശിവക്ഷേത്രത്തിൽ പോയി. കാരണം ആമീൻ്റെ നാളെ ശിവൻ്റെ നാളായതുകൊണ്ട് ഞങ്ങൾ ശിവക്ഷേത്രത്തിലേക്ക് പോയി. രാവിലെ അവിടെയൊക്കെ പോയി തൊഴുത് അർച്ചനയും വഴിപാടൊക്കെ നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. നല്ല പാലട പായസമൊക്കെ കുടിച്ച് അങ്ങനെ പോയി. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. മധുര ടാറ്റാ ബൈ.